വേൾഡ് കപ്പ് ഇപ്പം ജൂലൈ 19 അവസാനിക്കും. അത് കഴിഞ്ഞാൽ ഈ നമ്മളുടെ ആഘോഷം അതോടുകൂടി അവസാനിക്കും. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ നാട്ടിലെ കളിക്കാർക്ക്, നമ്മുടെ നാട്ടിലെ പിന്നെ ഫുട്ബോളിനോട് താല്പര്യമില്ല അല്ലെങ്കിൽ കായികരത്തിനോട് താല്പര്യമുള്ള ആളുകൾക്ക് ഇത് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? നമ്മുടെ നാട്ടിലുള്ള നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, നിലവിലുള്ള കളിക്കളങ്ങൾ വേണ്ടത്ര രീതിയിൽ അതിനെ പരിചരിക്കാനോ അല്ലെങ്കിൽ പരിപാലിക്കാനോ അതിനെ ശ്രദ്ധിക്കാനോ നമ്മൾ ശ്രമിക്കാറുണ്ടോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട ആളുകൾ, വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകൾ, വ്യത്യസ്ത സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ, അങ്ങനെ വ്യത്യസ്തമായ ഇത്തരത്തിലുള്ള എല്ലാ ആളുകൾക്കും ഒരുമിച്ച് കടന്നു വരാനുള്ള പൊതുവായ ഇടങ്ങളാണ് കളിക്കളങ്ങളും പൊതുവിടങ്ങളും. അപ്പോൾ നവോത്ഥാനം യൂറോപ്പിന് നൽകിയ ഫ്രീ സ്പേസുകൾ, അത് കഫറ്റീരിയകളായിക്കട്ടെ, അത് സെലൂണുകളാവട്ടെ, അത് അവിടെ വന്ന ആളുകൾക്ക് ഇരിക്കാനും നടക്കാനും ഓടാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള ഇടങ്ങളാക്കി മാറ്റാൻ, അതൊരു പോസിറ്റീവായിട്ട് ആ ഇടങ്ങളെ ഉപയോഗിക്കാൻ യൂറോപ്പിലെ ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാവരും ലോകകപ്പിൻ്റെ വളരെ ആഹ്ലാദത്തിലാണ്. ലോകകപ്പ് നമുക്ക് തന്ന വലിയ ആഹ്ലാദത്തിൽ ആണ് നമ്മളുള്ളത്. നമ്മുടെ നാടാകെ വളരെയധികം സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടിയിട്ടാണ് ഇതിനെ വരവേൽക്കുന്നത്. പല രീതിയിലും ഫ്ലക്സ് സ്ഥാപിച്ചും, അതുപോലെ തന്നെ ബിഗ് സ്ക്രീന് പിന്നെ പ്രദർശിപ്പിച്ചും, അതുപോലെ തന്നെ കാർണിവൽ നടത്തിയിട്ടും ഷൂട്ടൗട്ട് മത്സരങ്ങൾ നടത്തിയിട്ടും ഇത് നമ്മളുടെ എല്ലാ ആളുകളും, ഒരു പ്രത്യേകിച്ച് ഒരാളെന്നല്ല, എല്ലാ ആളുകളും ഇത് മനസ്സിലേക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മളുടെ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 4 വർഷം കൂടുമ്പോഴാണ് നമ്മളിത് കാണുന്നത്. ഈ 4 വർഷത്തിൻ്റെ ഇടയിൽ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കാറുണ്ടോ എന്നാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇത് വേൾഡ് കപ്പ് ഇപ്പം ജൂലൈ 19 അവസാനിക്കും. അത് കഴിഞ്ഞാൽ ഈ നമ്മളുടെ ആഘോഷം അതോടുകൂടി അവസാനിക്കും. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ നാട്ടിലെ കളിക്കാർക്ക്, നമ്മുടെ നാട്ടിലെ പിന്നെ ഫുട്ബോളിനോട് താല്പര്യമില്ല അല്ലെങ്കിൽ കായികരത്തിനോട് താല്പര്യമുള്ള ആളുകൾക്ക് ഇത് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? ഇത്തരം ആഘോഷങ്ങളും ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്, ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്, തന്നെ വേണം. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, നിലവിലുള്ള കളിക്കളങ്ങൾ വേണ്ടത്ര രീതിയിൽ അതിനെ പരിചരിക്കാനോ അല്ലെങ്കിൽ പരിപാലിക്കാനോ അതിനെ ശ്രദ്ധിക്കാനോ നമ്മൾ ശ്രമിക്കാറുണ്ടോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്, നമുക്കൊരു കായിക സംസ്കാരത്തിൻ്റെ അഭാവം നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു കായിക സംസ്കാരമുള്ള ജനതയിൽ നിന്നാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഈ കളിക്കളങ്ങൾ സംരക്ഷിക്കാനും അല്ലെങ്കിൽ പിന്നെ പുതിയവ കണ്ടെത്താനും അതിനെ പരിപാലിക്കാനുമുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ചുറ്റും കണ്ണോടിച്ചാൽ അറിയാം, പല കളിസ്ഥലങ്ങളിൽ നിന്ന് വേണ്ടത്ര പരിചരണമില്ലാതെ അല്ലെങ്കിൽ പരിപാലനമില്ലാതെ പോകുന്ന അവസ്ഥ നമുക്ക് കാണാറുണ്ട്. കളിക്കളങ്ങൾ പലതും കാട് പിടിച്ച് പിന്നെ ശരിക്കും യൂസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത്തരം കളിസ്ഥലങ്ങളും ഇത്തരം പൊതുവായ ഇടങ്ങളും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചിന്ത ഈ സമയത്ത് ഇവിടെ ഉയർന്നു വരേണ്ടതുണ്ട്. വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട ആളുകൾ, വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകൾ, വ്യത്യസ്ത സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ, അങ്ങനെ വ്യത്യസ്തമായ ഇത്തരത്തിലുള്ള എല്ലാ ആളുകൾക്കും ഒരുമിച്ച് കടന്നു വരാനുള്ള പൊതുവായ ഇടങ്ങളാണ് കളിക്കളങ്ങളും പൊതുവിടങ്ങളും. അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഇടങ്ങളിൽ കൂടിയുള്ള മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്നത് കൊടുക്കൽ വാങ്ങലിലൂടെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു കളിക്കളത്തിൽ ഒരു മത്സരം നടക്കുമ്പോൾ അവിടെ ഫുട്ബോൾ ആണെങ്കിൽ പാസ് കൊടുക്കുന്നു, മറ്റാൾ റിസീവ് ചെയ്യുന്നു, വീണ്ടും പാസ് കൊടുക്കുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ഹൃദയബന്ധം അവിടെ ഉണ്ടാവുകയുന്നു ഒരു ടീമിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ അവിടെ നടക്കാൻ വരുന്ന ആളുകൾ, അവിടെ പിന്നെ ഒന്ന് ജോഗ് ചെയ്യാൻ വരുന്ന ആളുകൾ, അങ്ങനെ പലതരം ആളുകൾ അവിടെ വരികയും അവർ തമ്മിലുള്ള ഒരു വലിയൊരു സൗഹൃദ ഉടലെടുക്കുകയും അത് വലിയൊരു കൂട്ടായ്മയ്ക്ക് നയിക്കുകയും അവിടെ അഭിപ്രായങ്ങൾ വരികയും അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയും അങ്ങനെ ഒരു മനോഹരമായ രീതിയിൽ നമ്മളെ ജീവിതത്തെ ഡിഫൈൻ ചെയ്യാൻ കളിക്കളങ്ങളും പൊതുയിടങ്ങളും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടികളെ കാര്യമെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ അവരുടെ വീടുകളിൽ നിന്ന് ഓറിയൻറ്റേഷൻ കിട്ടുന്നുണ്ട്, സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ഓറിയൻറ്റേഷൻ കിട്ടേണ്ട
ഒരു വിഭാഗമാണ് അവരുടെ സമപ്രായക്കാർ. ഈ സമപ്രായക്കാരും ഈ പിന്നെ കുട്ടികളും സമപ്രായത്തിൽപ്പെട്ട കുട്ടികൾ ഒരു സ്ഥലത്ത് ഒത്തുചേരുമ്പോൾ അത് വേറെ തരത്തിലുള്ള പിന്നെ ഓറിയൻറ്റേഷനും അവൻ്റെ വ്യക്തി വികാസത്തിനും അത് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇത്തരം സ്പേസുകൾ, ഇത്തരം ഫ്രീ സ്പേസുകൾ യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതായിട്ട് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. അപ്പോൾ നവോത്ഥാനം യൂറോപ്പിന് നൽകിയ ഫ്രീ സ്പേസുകൾ, അത് കഫറ്റീരിയകളായിക്കട്ടെ, അത് സെലൂണുകളാകട്ടെ, അത് അവിടെ വന്ന ആളുകൾക്ക് ഇരിക്കാനും നടക്കാനും ഓടാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള ഇടങ്ങളാക്കി മാറ്റാൻ, അതൊരു പോസിറ്റീവായിട്ട് ആ ഇടങ്ങളെ ഉപയോഗിക്കാൻ യൂറോപ്പിലെ ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് അവിടുത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിക്കുന്നുള്ളത് എന്നുള്ള കാര്യം വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ അത് നമ്മളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് ഭാവിയിലേക്ക് വേണ്ടത്. അത്തരത്തിലാണ് നമുക്കൊരു സാംസ്കാരികമായ ഒരു നവോത്ഥാനം ഈ കളിക്കളങ്ങളിലൂടെ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയുക. അത്തരത്തിലുള്ളൊരു സാംസ്കാരിക നവോത്ഥാനം കളിക്കളങ്ങളിലൂടെയും പൊതുവിടങ്ങളിലൂടെയും നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. കളിക്കളങ്ങളെ നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ടും അതുപോലെ പൊതുവിടങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും അതിനെ പരിപാലിച്ചുകൊണ്ടും അത് നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗമാക്കിക്കൊണ്ടും അതിന് ബജറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും അതിന് പ്രൊജക്റ്റുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് കൂടുതൽ തുക വകയിരുത്തിക്കൊണ്ട് ആ മേഖലയ്ക്ക് കൂടി വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ സാംസ്കാരികമായ മാറ്റം ഉണ്ടാവും. അതോടൊപ്പം തന്നെ കായിക മേഖലയിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റത്തെ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ചോദിക്കും, ആഫ്രിക്കയിലെ ദരിദ്ര രാജ്യങ്ങളൊക്കെ ലോകകപ്പ് കളിക്കുന്നില്ലേ, അവർ ക്വാളിഫൈ ചെയ്യുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ വരും. അതുമാതിരി ഏഷ്യൻ രാജ്യങ്ങൾ കളിക്കുന്ന ചോദ്യം വരും, നമുക്ക് എന്തുകൊണ്ട് കളിച്ചൂടാ എന്നുള്ള ചോദ്യം വരും. ആഫ്രിക്കയിലെ ആളുകൾ പിന്നെ ഫുട്ബോളിനെ കാണുന്നത് ഒരു ഉപജീവനമായിട്ടാണ്, അവരുടെ നിലനിൽപ്പിൻ്റെ വിഷയമായിട്ടാണ് അവർ കാണുന്നത്. ഇവിടെ നമ്മളെ സ്പോർട്സിനെ അല്ലെങ്കിൽ കായിക മേഖലയെ സെക്കൻഡറി ആയിട്ടാണ് കാണുന്നത്. നമുക്ക് പിന്നെ നമ്മളുടെ എല്ലാ ചിന്തകളും കഴിഞ്ഞിട്ട് പിന്നെയാണ് കാണുന്നത്. പക്ഷേ യൂറോപ്പിലാണെങ്കിൽ അത് അവിടെ അതിനുള്ള വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള സൗകര്യങ്ങൾ, അവിടുത്തെ പിന്നെ കരിക്കുലത്തിലുള്ള കാര്യങ്ങൾ, അതുമാതിരി ടാലൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ, ഒരു കുട്ടിയെ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തി അവൻ്റെ ടാലൻ്റ് എന്താണോ എന്ന് മനസ്സിലാക്കി അതിലേക്ക് തിരിച്ചുവിടാനുള്ള വിദ്യാഭ്യാസ രീതി, അങ്ങനെയൊക്കെ അത് യൂറോപ്പിൽ കുറച്ച് വലിയ രീതിയിലുള്ളത്. ആഫ്രിക്കയിൽ പിന്നെ ജീവൽ പ്രശ്നം എന്ന രീതിയിലുള്ളത്. പിന്നെ ഇപ്പുറത്ത് ഏഷ്യയിലും ഒക്കെ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് അതിനെ കാണുന്നത്. ഇപ്പം ജപ്പാനെ ഉദാഹരണമായിട്ട് എടുക്കാം. 1993 അവർ ജെ ലീഗ് എന്ന് ഒരു പ്രസ്ഥാനം അവിടെ തുടങ്ങിയിട്ടുണ്ട്, ഫുട്ബോളിനെ ജനകീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ ലക്ഷ്യം അവർ പറഞ്ഞത് 2050 ലോക ചാമ്പ്യന്മാരാവുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ജെ ലീഗ് തുടങ്ങിയതോട് കൂടിയിട്ട് ജെ ലീഗിൽ അവർ ബ്രസീലിയൻ ഇതിഹാസമായ സീക്കോയൊക്കെ ആണ് വന്ന് കളിച്ചത്. അപ്പോൾ അത് വലിയ സ്വാധീനം ജപ്പാനിൽ ചെലുത്തിയിട്ടുണ്ട്. അതിൽ പിന്നെ ടീമുകളുണ്ടായി, ലീഗുകൾ നടന്നു, പിന്നെ ഗ്രാസ് റൂട്ട് ഫുട്ബോൾ പരിശീലന സൗകര്യങ്ങൾ വന്നു. അങ്ങനെ അത് അവരുടെ രാജ്യത്തിൻ്റെ ഒരു അഭിമാന പദ്ധതിയായിട്ട് അവർ അതിനെ കണ്ടു. ഇപ്പോൾ ജപ്പാൻ ലോക ഫുട്ബോളിലെ ഒരു ശക്തി തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വേൾഡ് കപ്പ് കണ്ടാൽ മനസ്സിലാവും. കൊറിയ ഒരു കുറച്ച് മുന്നേ തുടങ്ങിയിട്ട് 1983 കെ ലീഗ് എന്ന ഒരു ഫുട്ബോൾ ലീഗ് അവിടെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം ജപ്പാനെപ്പോലെ 2050 വേൾഡ് കപ്പ് കളിക്കണം എന്നല്ല, മറിച്ച് ഫുട്ബോളിൻ്റെ എല്ലാ വിധത്തിലുള്ള വികാസത്തിനുമായിട്ട് അവർ ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് കെ ലീഗ്. ഈ രണ്ട് ലീഗുകൾ ഏഷ്യൻ രാജ്യങ്ങളിൽ എടുത്തു നോക്കുമ്പോൾ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇത്തരം ലീഗുകൾ പിന്നെ ഉണ്ടാവുക എന്നുള്ളതല്ല, അത് കാര്യക്ഷമമായി നടത്തുക എന്നുള്ളതാണ്, അത് ജനകീയവൽക്കരിക്കുക എന്നുള്ളതാണ്, അതിൽ എല്ലാ ജനങ്ങളെയും അതിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്, അതിൻ്റെ പിന്നെ നടത്തിപ്പ് കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ് അതിനുള്ള സൊല്യൂഷൻ. അങ്ങനെ അവരൊക്കെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഫുട്ബോൾ എന്നുള്ള വളരെ ഇപ്പോഴും ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് ഫുട്ബോൾ. പല രീതിയിലുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പഴയ സിസ്റ്റം ഒന്നും വെച്ചിട്ടൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്രയും ഗവേഷണം നടത്തുന്ന ഈ ഫുട്ബോളിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തി നമ്മുടെ നാട്ടിലെ കളിസ്ഥലങ്ങൾ കുട്ടികൾക്ക് കളിക്കാനുള്ള അതിൽ സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് ശാസ്ത്രീയ പരിശീലനത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ട് അവർക്ക് ടൂർണമെൻറ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക്
ഈ കായിക മേഖലയും കൂടി കൊണ്ടുവരാൻ ഇവിടുത്തെ എല്ലാ ആളുകളും, ഒരു വിഭാഗം ആളുകളല്ല, എല്ലാ ആളുകളും, അതായത് ഭരണകർത്താക്കളും ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും ബുദ്ധിജീവികളും രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും കലാപ്രവർത്തകരും എല്ലാവരും ഉൾപ്പെടുന്ന പൊതുസമൂഹം ഇതിനെ കൾച്ചറിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിയാൽ മാത്രമേ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ 4 വർഷം കൂടുമ്പോൾ ഇതേമാതിരി നമ്മൾ ആഘോഷിക്കും, അത് കഴിഞ്ഞാൽ കഴിയും, പിന്നീട് 4 വർഷം വരും, വീണ്ടും ആഘോഷിക്കും. അങ്ങനെ അത് ഒരു ഭാഗത്ത് ആഘോഷം നടക്കുന്നതോടൊപ്പം തന്നെ ഇക്കാര്യങ്ങൾക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഒരു കായിക സംസ്കാരമുള്ള ഒരു ജനത എന്ന രീതിയിലേക്ക് നമ്മൾ മാറിയാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ കായിക മേഖലയിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കാനുള്ള സാധ്യതയുള്ളൂ.